വെൽക്കം ബാക്ക് ടു യുണൈറ്റഡ് സെൻട്രൽ. ഇന്ന് മാച്ച് ഡേ ആണ്. ലോകത്തിലെ ഏറ്റവും മികച്ച ടീം PSG-ക്കെതിരെ നമ്മളിന്ന് ഫ്രണ്ട്ലി മത്സരം കളിക്കാൻ പോവുകയാണ്. ഫ്രണ്ട്ലി ആണെങ്കിലും അല്ലെങ്കിലും ഇതൊരു റിയൽ ടെസ്റ്റാണ്. നമ്മുടെ ടീമിന് എന്തോരം കേപ്പബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു ടെസ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കാണാമെന്നുള്ളതാണ്. ഇപ്പോൾ ഇതുവരെയുള്ള പ്രീ സീസൺ മത്സരങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ റെക്സാമിനെതിരെ ശോകമായിരുന്നു. അതിനുശേഷം നടന്ന മത്സരങ്ങളിൽ നന്നായിട്ട് കളിച്ചു. റോസൻബർഗിനെതിരെ വളരെ ഈസി ആയിരുന്നു. അതുപോലെ തന്നെ അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ വന്നു കഴിയുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒപ്പോണൻ്റാണ്. അവർക്കെതിരെ നമ്മൾ നന്നായിട്ട് കളിച്ചു. പക്ഷേ അവർ വളരെ വീക്കെൻഡ് ആയിട്ടുള്ള ഒപ്പോണൻ്റ് അല്ലെങ്കിൽ ഒരു ടീമിനെയാണ് അവർ ഇറക്കിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ കളി കണ്ടതാണ്. പിന്നെ ഒരു വീഡിയോ ചെയ്യാനായിട്ടൊന്നും സമയം കിട്ടില്ല. ഇപ്പോൾ എന്തായാലും കാര്യമായിട്ടൊന്നും തന്നെ യുണൈറ്റഡിനെ സംബന്ധിച്ച് നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമമുണ്ടാക്കുന്ന കാര്യം. ആൻഡ് ഓൺ ദി അതർ സൈഡ് ഇപ്പോൾ നമ്മൾ നേരത്തെ ഉള്ള കാലങ്ങളിൽ നമ്മൾ എന്നും റൂമേഴ്സ് കയറുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജേർണലിസ്റ്റുകൾ പോലും കംപ്ലീറ്റ്ലി അവർക്കൊന്നും അറിയില്ല. ദെയർ ക്ലൂലെസ് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ വളരെ റിലയബിളായുള്ള ജേർണലിസ്റ്റുകൾ പോലും ഇരുട്ടിൽ തപ്പുന്ന ഒരവസ്ഥയാണ് ശരിക്കും പറഞ്ഞപ്പോൾ കാണാനുള്ളത്. അപ്പോൾ നമ്മൾ ഡേവിഡ് ഓൺസ്റ്റീൻ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയുടെ തുടക്കത്തിൽ പുള്ളി പറഞ്ഞൊരു കാര്യമാണ്, ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ ഏറ്റവും ബിസി ആകുമ്പോൾ യുണൈറ്റഡ് ആണെന്നുള്ള കാര്യം. എവിടെ ബിസി, എവിടെ ഒന്നും തന്നെ നടക്കുന്നില്ല എന്നുള്ളതാണ്. കംപ്ലീറ്റ് ലിംബോയിലാണെന്ന് പറയുക. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ പറയുന്ന ക്ലബ്ബ് ഇതിൻ്റെ പുറകിൽ കാര്യമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ടീലമാൻസിനെയൊക്കെ സൈൻ ചെയ്ത പോലെ പണ്ട് ലിവർപൂൾ അങ്ങനെയായിരുന്നല്ലോ, വളരെ സർപ്രൈസിങ് ആയിട്ടാണ് അവർ പെട്ടെന്ന് സൈൻ ചെയ്യുക. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നു. പക്ഷേ ടൈം ഈസ് റണ്ണിങ് ഔട്ട് ഗൈസ്, ടൈം ഈസ് റണ്ണിങ് ഔട്ട്. ആകെ 14 ദിവസമുള്ള സീസൺ തുടങ്ങാനായിട്ട്. ഹള്ളിനെതിരെയുള്ള മത്സരം 22-ാം തീയതിയാണ്, ഇന്ന് 8-ാം തീയതിയായി. ലിറ്ററലി വിരലിലെണ്ണാവുന്ന ദിവസങ്ങളെ സീസൺ തുടങ്ങാനായിട്ടുള്ളൂ. നമ്മൾ ആകെ 2 മെയിൻ സൈനിങ്സാണ് നടത്തിയിട്ടുള്ളത്, സാൻഡോസും ടീലമാൻസും. നോട്ട് ഗുഡ് ഇനഫ്. കാരണം നമുക്കറിയാം വലിയ രീതിയിലുള്ള ഹോളുകൾ നമ്മുടെ ടീമിലുണ്ട്. മാത്രമല്ല ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ ഇതെല്ലാം നമ്മുടെ മുന്നിലുള്ള സമയത്ത് ടിപ്പിക്കൽ യുണൈറ്റഡിനെ പോലെ തന്നെയാണ് ഈ സീസണിൽ നമ്മൾ, അല്ലെങ്കിൽ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ നമ്മൾ ചെയ്തതെന്നുള്ളതാണ്. എപ്പോഴൊക്കെ ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ടോ അപ്പോഴൊക്കെ നമ്മളിങ്ങനെയാണ്. പണ്ട് ജോസെ മറിഞ്ഞ 2ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തതിന് ശേഷം ഫ്രെഡിനെ മേടിച്ചു കൊടുത്ത പോലത്തെ സിമിലറായിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെയാണോ നമ്മൾ പോകുന്നത്? അന്നൊരു ബ്രസീലിയനായിരുന്നു, ഇന്നിപ്പോൾ സാൻഡോസാണ്. ഇപ്പോൾ സാൻഡോസിൻ്റെ കളി കഴിഞ്ഞ മത്സരത്തിലൊക്കെ അടിപൊളിയായിരുന്നുണ്ട്. പുള്ളിയുടെ ലൈൻ ബ്രേക്കിംഗ് പാസിങ്, അതുപോലെ ക്വാളിറ്റി പ്ലെയർ തന്നെയാണ് സാൻഡോസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി സാൻഡോസിൻ്റെ ഗെയിമും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ സൈഡിലേക്കൊക്കെ നോക്കിക്കഴിയുമ്പോൾ സൈനിങ്സൊക്കെ എന്താ പറയുക, ടീമിനെ നല്ലൊരു അഡീഷൻ എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഈ പറയുന്ന പോലെ മെയ്സൺ മൗണ്ടിനെയൊക്കെ സോഫ്റ്റ് ലോഞ്ച് ചെയ്യാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 10 ദിവസം മുമ്പ് സൈമൺ സ്റ്റോണിൻ്റെ BBC-യുടെ ഒരു ആർട്ടിക്കിൾ വന്നിരിക്കുകയാണ്, മെയ്സൺ മൗണ്ടിനാവാം യുണൈറ്റഡിൻ്റെ അടുത്ത മേജർ മിഡ്ഫീൽഡർ എന്നുള്ള രീതിയിൽ. നമുക്കറിയാം നമ്പാൻ പറ്റാത്ത ആൾക്കാരാണ് മെയ്സൺ മൗണ്ട്, ലൂക്ക് ഷോ. കാരണം ഇവന്മാർക്ക് എപ്പോൾ വേണമെങ്കിലും ഇഞ്ചുറി വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ 2 ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പ്രശ്നമാണ്. ഇപ്പോൾ മെയ്സൺ മൗണ്ടിനെയാണ് 3ാമത്തെ മിഡ്ഫീൽഡ് സൈനിങ് ആയിട്ട് ഇവർ കാണുന്നതെന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ചില ജേർണലിസ്റ്റുകൾ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. മെയ്സൺ മൗണ്ടിൻ്റെ ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അതിപ്പോൾ ഈ 2 പേര്, ലൂക്ക് ഷോ ആണെങ്കിലും മെയ്സൺ മൗണ്ട്, 2 മോശം പ്ലേയേഴ്സൊന്നും അല്ല. 2 പേരും കളിക്കുന്ന സമയത്ത് നല്ല പ്ലേയേഴ്സൊക്കെയാണ്. പക്ഷേ ഇവന്മാരെ വിശ്വസിക്കാൻ പറ്റില്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ സെൻട്രൽ ബാക്ക് ഏരിയയിലേക്കാണെങ്കിൽ 2-3 ഇഞ്ചുറി പ്രോൺ ആയിട്ടുള്ള സെൻട്രൽ ബാക്കുകളുണ്ട്. അതൊക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്യാത്ത കാര്യങ്ങളാണ്. സെൻട്രൽ ബാക്കിനൊന്നും ഈ സമ്മറിൽ അഡ്രസ്സ് ചെയ്യില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ലൂയിസ് ആളുടെ പേരൊക്കെ ഇങ്ങനെ കുറേ ദിവസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നതാണത്. അവിടെ വീണ്ടും പറഞ്ഞു ന്യൂ കാസിൽ സെല്ല് ചെയ്യില്ല. ഇതെന്ത് സ്ലോ ആയിട്ടാണ് നമ്മൾ ഈ കാര്യത്തെ ഹാൻഡിൽ ചെയ്തതെന്ന് ആലോചിച്ച് നോക്കി. കാരണം അവർ മെയിൻ പ്ലേയേഴ്സിന് ഒരുപാട് പേരെ വിറ്റു. ടൊണാലിനെയൊക്കെ വിറ്റു, അതുപോലെ ഗുമേറസ് പോയി. അത് കഴിഞ്ഞ് ഇവനാണെങ്കിൽ മറ്റേ വേൾഡ് കപ്പ് കളിക്കാനും പോയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ വേൾഡ് കപ്പിന് മുമ്പേ നമുക്ക് വേണമെങ്കിൽ ചർച്ചകളൊക്കെ തുടങ്ങായിരുന്നു. അപ്പോഴൊന്നും നമ്മൾ ചിന്തിച്ചില്ല. ഇത് കഴിഞ്ഞ വർഷത്തിൽ ബലേബയുടെ കാര്യം കാണിച്ച് നമ്മുടെ കണ്ണിൽ പൊടിയിട്ട പോലെ നമ്മളെ പറ്റിക്കാനായിട്ടുള്ള പരിപാടിയാണ്. അതാ ഞങ്ങൾ നോക്കുന്നുണ്ട് കേട്ടോ, പക്ഷേ ഞങ്ങൾക്ക് നമുക്ക് സൈൻ ചെയ്യാൻ പറ്റില്ല. കാരണം ഭയങ്കര റേറ്റ് ആകുമ്പോൾ ചോദിക്കണേ, അവന്മാർ ഭയങ്കര ഫീസാണ് ചോദിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കണ്ണിൽ പൊടിയിടാനായിട്ട് ഉള്ള പരിപാടി. കഴിഞ്ഞ ബലേബയുടെ കാര്യത്തിൽ അങ്ങനെയായിരുന്നു. നമ്മുടെ മിഡ്ഫീൽഡ് ഭയങ്കര ഷോർട്ടാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയായിരുന്നു. അതിനുശേഷം അവസാനം കൊണ്ടുവന്ന് ബലേബേനെ നോക്കുന്നു എന്ന് കാണിക്കുന്നു. അത് കഴിഞ്ഞ് എൻ്റെ ഒപ്പം തന്നെ വാർത്തയും പറയും ബലേബേനെ കൊണ്ടുവരാൻ ഭയങ്കര പാടായിരിക്കും, ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും, അവർ ഭയങ്കര ഫീസൊക്കെ ആയിരിക്കും ചോദിക്കുക. അപ്പം നമ്മൾ ആസ് ഫാൻസ് നമ്മൾ വിചാരിക്കും ബെസ്റ്റ് ഓർ നത്തിങ്, ആ രീതിയിലാണ് ക്ലബ്ബ് ചെയ്യുന്നത്. എന്നിട്ടിപ്പോൾ എന്തായി? കഴിഞ്ഞ അമോറിമിന് പോകേണ്ടി വന്നു, കാരിക്കിന് വന്നതിന്. ഇപ്പോൾ കാരിക്കിൻ്റെ അവസ്ഥ ആ രീതിയിലേക്ക് ആവരുത്, അതുമാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. ഇപ്പം എന്തായാലും വേറെ കുറേ വേരികളൊക്കെ ഇങ്ങനെ ചുമ്മാ എടുത്തിരുന്നതെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ലൂയിസ് ആളിനെ കിട്ടിയില്ലെങ്കിൽ
ആൻ്റണി റോബിൻസനെ നോക്കും എന്നൊക്കെ രീതിയിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പോൾ മനു കോണയുടെ പേര് ഇങ്ങനെ എടുത്തിട്ട പോലെയാണ്. ചുമ്മാ അങ്ങനെ എടുത്തിടും, എന്നിട്ട് അവനെ മെയിൻ ടാർഗറ്റായിട്ട് ഇങ്ങനെ കാണിക്കും. അതിന് ശേഷം പിന്നെ അതങ്ങോട്ട് താഴേക്ക് കൊണ്ടുപോകും. അപ്പോൾ ആ രീതിയിലുള്ള പരിപാടികളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ സെൻട്രൽ ഫോർവേഡിൻ്റെ കാര്യം നമുക്ക് വേണമെങ്കിൽ സുഖമായിട്ട് ഡാനി വെൽബാക്കിനെങ്കിലും തിരിച്ചു കൊണ്ടുവരുന്നത്. കാരണം ഹി വാസ് അവർ ബോയ്, നമ്മുടെ അക്കാഡമിയിൽ ഉണ്ടായിരുന്ന പയ്യനാണ്. ഈ പറയുന്ന പോലെ ഫെർജി എറയിൽ മൾട്ടിപ്പിൾ ടൈറ്റിലുകളൊക്കെ അടിച്ചിട്ടുള്ള ഒരാളാണ്. പുള്ളിക്കാരനൊരു സീനിയർ പ്ലെയറായിട്ട് തിരിച്ച് കൊണ്ടുവരാമായിരുന്നു. വലിയ ചിലവൊന്നും ഉണ്ടായിരുന്നില്ല. ഈ പറയുന്ന പോലെ സെസ്കോയ്ക്ക് ഒരു ബാക്കപ്പായിട്ട് അതൊരു ആ റോള് പുള്ളി അടിപൊളിയായിട്ട് ചെയ്തേനെ. നമുക്കെതിരെ വരുമ്പോഴാണെങ്കിലും പുള്ളി ഏറ്റവും നന്നായിട്ടാണെങ്കിൽ നമുക്കെതിരെ വരുമ്പോഴാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കഴിഞ്ഞ സീസണിലാണെങ്കിലും 10ലധികം ഗോളുകൾ നേടിയ ഒരു മനുഷ്യനാണ്. പുള്ളിക്കാരനാണെങ്കിലും ഒരു ലീഡർ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് തിരിച്ച് കൊണ്ടുവരാമായിരുന്നൊരു സൈനിങ് ആയിരുന്നു. ഓഫ് കോഴ്സ് ആസ് എ ബാക്കപ്പ് പ്ലെയർ അവിടെ നമ്മൾ ചെയ്തില്ല. ഇപ്പം എന്തോ എൻട്രിക്കിന് വേണ്ടി ഏതോ ക്ലബ്ബ് ലോണിന് അപേക്ഷിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പോൾ റയൽ മാഡ്രിഡിൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെ വാർത്ത വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫാൻസ് അതാ നമ്മളായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ തീരെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളാവാനുള്ള സാധ്യതയില്ല. മിക്കവാറും വല്ല സ്പേഴ്സോ അല്ലെങ്കിൽ ഫുള്ളാമോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിരിക്കും. ഇപ്പം എന്തായാലും അവിടെ നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ടില്ല. ഇപ്പോൾ സെസ്കോഡ് ഇഞ്ചുറി എന്തുകൊണ്ട് ഇഞ്ചുറി ആണെന്നറിയില്ല. ഷിൻ ഇഞ്ചുറി എന്നൊക്കെ പറയുന്നതായി, പക്ഷേ 2-3 മാസമായി. പുള്ളി അതിനിടയ്ക്ക് ബോഡിയൊക്കെ ബൾക്കായിട്ട് വന്നതാണ്, ട്രെയിൻ ചെയ്യുന്ന വീഡിയോ കണ്ടതാണ്. ഇപ്പോൾ പുള്ളി എന്തായാലും ഈ കളിയിലേക്ക് വരുമ്പോഴും ഇല്ല. അതും ഇവർ രഹസ്യമായിട്ട് വച്ചേക്കാണ്. ഇപ്പോൾ നമ്മുടെ ഡിലീറ്റിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നടുവേദനയാണ്, നടുവിന് ഓപ്പറേഷൻ വേണമെന്നുള്ള കാര്യമൊക്കെ കുറേ നാളുകൾ കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത്. നമ്മൾ മൈനർ ഇഞ്ചുറി എന്നുള്ള രീതിയിലാണ് ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്, പെട്ടെന്ന് ശരിയാകുമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ആ രീതിയിലാണ് പല കാര്യങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത്. കംപ്ലീറ്റ്ലി ഡിസപ്പോയിൻറ്റിങ്. അത് ഒറ്റ വാക്കി പറഞ്ഞാൽ ഡിസപ്പോയിൻറ്റിങ് ആണ് ഇതുവരെയുള്ള ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. കാരണം സ്പേഴ്സ് ആണെങ്കിലും ചെൽസി ആണെങ്കിലും അടുത്ത സീസണിൽ ഇടിച്ച് കയറി മുകളിലേക്ക് വരും. അവർ ടോപ്പ് 6 ഭയങ്കര കോമ്പറ്റീഷനായിട്ടുണ്ടാവും. അവർ നല്ല രീതിയിലുള്ള സൈനിങ്സ് സ്പേഴ്സ് നടത്തിയിട്ടുണ്ട്. ഡിസർബി ആണെങ്കിലും നമുക്കറിയാം നല്ല മാനേജർ തന്നെയാണ്. പിന്നെ ചാബി അലോൺസ് ആണെങ്കിലും പുള്ളിക്കാരനും നല്ല മാനേജറാണ്. അവർക്ക് ഈ 2 ടീമുകൾക്കാണെങ്കിലും യൂറോപ്യൻ ഫുട്ബോൾ എന്നുള്ള തലവേദന ഇല്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വീക്ക്ലി നമ്മൾ കഴിഞ്ഞ വർഷം കളിച്ച പോലെ ഒരു മത്സരം കളിച്ചാൽ അവർക്കത് ഫോക്കസ് ചെയ്ത് അതിനു വേണ്ടി കളിക്കാം. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഈ പറഞ്ഞ പോലെ 2 കളികൾ കളിക്കും. ഇതൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഫാറ്റീഗ് കയറി വരും, പലർക്കും ഇഞ്ചറി വരും. അപ്പോഴാണ് നമ്മൾ സ്ട്രഗിൾ ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ ഇവിടെ ഇരിക്കുന്ന നമുക്ക് പോലും ഇത് ചിന്തിക്കാനുള്ള ശേഷിയുണ്ട്. പക്ഷേ നമ്മുടെ ബോർഡിനെ ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള ശേഷിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതല്ലെങ്കിൽ നേരത്തെ പ്ലേയേഴ്സിനെ കൊണ്ടുവന്നിരുന്നെങ്കിൽ അവർക്ക് പ്രീ സീസണിലൊക്കെ പങ്കെടുത്ത് ടീമായിട്ട് ജെല്ലാവാമായിരുന്നു. ഇനിയിപ്പോൾ 2 ആഴ്ച കൊണ്ടുള്ള സമയത്ത് ഇവർ ആരെ കൊണ്ടുവന്നിട്ട് എന്താ കാര്യം? അപ്പോൾ പറയും പ്രീ സീസൺ കിട്ടിയില്ല, ഇനി ഇവന് ടീമിലേക്ക് സെറ്റ് ആവാൻ വേണ്ടി ഇനി സമയം എടുക്കുമെന്ന് പറയും. എന്താണ് നിങ്ങൾക്ക് ഫീലിംഗ് എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റ് ആയിട്ടിടുക ഗൈസ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.